ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ശ്രീ മൂർച്ചിലക്കാട്ട് ഭഗവതി ക്ഷേത്ര മുറ്റത്താണ്. എന്താ എന്നല്ലേ, ദേവിയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല മഹോത്സവമാണിന്ന്. കുംഭഭരണി മഹോത്സവം എല്ലാം കഴിഞ്ഞ് പൊങ്കാല സമർപ്പിക്കാൻ സ്ത്രീജനങ്ങൾ എത്തിയിരിക്കുന്ന ആ കാഴ്ചകൾ കാണാൻ പോകാം നമുക്ക്. പതിനായിരക്കണക്കിന് സ്ത്രീജനങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പ്രാർത്ഥനയോടുകൂടി പൊങ്കാല എന്ന് പറയുന്ന ആ ഇഷ്ടനിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടിൽ ഒരു നിശ്ചിത അകലത്തിൽ ഒരേപോലെ ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ അവർ പൊങ്കാല സമർപ്പണം ദേവിക്ക് സമർപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൊങ്കാല മഹോത്സവമാണ് കേളകം ശ്രീ മൂർച്ചിലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയിടുന്ന സമയത്ത് 9, 7, 5, 3 ഇത്രയെങ്കിലും ദിവസം കുറഞ്ഞത് വ്രതമെടുത്തിരിക്കണം. അതിലേറ്റവും കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതമെടുത്തേ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാവൂ എന്നാണ് ക്ഷേത്ര ആചാരം. പലതരം പൊങ്കാലകളുണ്ട്. അതിൽ പാൽപ്പായസ പൊങ്കാല, വെള്ളപ്പൊങ്കാല, ശർക്കര പൊങ്കാല, ഇങ്ങനെ പലതരം പൊങ്കാലകൾ നിലവിലുണ്ട്. ഭക്തൻ തൻ്റെ പൂർണ്ണ മനസ്സോടെ ദേവിക്ക് സമർപ്പിക്കുന്ന എല്ലാം തന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം ശർക്കര പൊങ്കാലയാണ്. എല്ലാ സ്ത്രീജനങ്ങളും കേളകം ശ്രീ മൂർച്ചിലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ദേവിക്ക് പ്രാർത്ഥനയോടുകൂടി നിവേദിച്ച ആ പൊങ്കാല മഹോത്സവത്തിൻ്റെ വർണ്ണ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കാണുന്നത്. ഒത്തിരി ജനങ്ങൾ ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ഇത്ര ആൾക്കൂട്ടത്തോടു കൂടി ഈ ക്ഷേത്ര പരിസരത്ത് ഇത്രയും ജനങ്ങളെയും ഭക്തജനങ്ങളും ആളും കൂടുന്ന ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ് ഇവിടെ പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗണപതി പൂജ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓരോ പൊങ്കാല ഇട്ട ഓരോ ആൾക്കാരുടെയും അടുത്ത് പോയി ഗണപതി പൂജ ചെയ്ത് ആ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നു. ഇനി എല്ലാവരും ഇവിടുന്ന് പരസ്പരം നേദിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും പങ്കിട്ട് കഴിച്ചതിന് ശേഷം എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേളകം ശ്രീ മൂർച്ചിലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത്, കണ്ണൂർ ജില്ലയിലെ കേളകം ശ്രീ മൂർച്ചിലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് അവിടെ നേദിച്ച പൊങ്കാല പായസം ഭക്തർക്ക് നിവേദ്യമായി കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ അമ്പലമുറ്റത്ത് പണിത കൊടിമരമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ആ കൊടിമരം അവിടെ നിൽക്കുന്നത് കാണാൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിലും പുതുമയോടുകൂടി.